നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മളിന്ന് ചോദിക്കുന്നത് ഞാൻ കരുതിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് പല ലോകരാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു ഇരട്ടത്താപ്പാണെന്നും പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥമായ കാര്യം എന്താണ് അതിനകത്ത്? ഈ പാലസ്തീൻ രൂപീകരിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാലസ്തീൻ ഉൾപ്പെടുന്ന ആ ഒരു ജെറുസലേം ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു അറബികളോട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യം എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 48 എന്ന് പറയുന്നത് 1948 ഇസ്രായേൽ രൂപീകരിക്കുന്നത്. ഇസ്രായേൽ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അറബികളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭൂപ്രദേശം അവിടെ ഓൾറെഡി ഉണ്ട്, അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. കാരണം ഇസ്രായേലികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂതന്മാരെന്ന് പറയുന്ന ആ ഒരു വിഭാഗം, അവർക്ക് ആ ഇസ്രായേൽ ഇന്ന് പറയപ്പെടുന്ന ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഭൂപ്രദേശത്തേക്ക് ചേക്കേറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്നും അതുപോലെ തന്നെ അറബികളിൽ നിന്നും ഒത്തിരി എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് അവർ UN സമീപിക്കുന്നത്. സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് നേഷനാണ് ഇതിനൊരു തീരുമാനം എടുക്കേണ്ടതെന്നുള്ള ഒരു ബോധത്തിലാണ് അവർ ചെല്ലുന്നത്. 1947 അത് അവരുടേതായിട്ടുള്ള ഒരു പരാതിയുമായിട്ട് UN സമീപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് UN എന്താ ചെയ്യുന്നത്, ഒരു 11 അംഗ കമ്മിറ്റിയെ തന്നെ നിയോഗിക്കുന്നുണ്ട്. കാരണം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇതിനൊരു ചർച്ച നടത്തി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂതന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഭൂപ്രദേശം അവിടെ പകത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി, 11 അംഗ കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പറയുന്ന 1947 നവംബർ മാസം 29 തന്നെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തന്നെ 33 രാഷ്ട്രങ്ങൾ ഈ പറയുന്ന ഭൂപ്രദേശത്തെ വിഭജിച്ച് പലസ്തീനും അതുപോലെ തന്നെ അറബികളോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പലസ്തീനും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വോട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2 രാഷ്ട്രങ്ങളായിട്ടുള്ള ദ്വിരാഷ്ട്രവാദം തന്നെയാണ് അവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം 2 രാഷ്ട്രങ്ങളായിട്ട് ആ ഭൂപ്രദേശം വിഭജിച്ചിട്ട്, ഒന്ന് ജൂതന്മാരോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്രായേൽ, മറ്റേത് അറബികളോ അല്ലെങ്കിൽ അറബികളോട് ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്ത്യാനികളുണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങളുണ്ടാകും, അവർക്ക് വേണ്ടിയുള്ള ഒരു ഭൂപ്രദേശം എന്നുള്ളതാണ് വോട്ടെടുപ്പിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ 33 രാഷ്ട്രങ്ങൾ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 33 രാഷ്ട്രങ്ങൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, അത് ഫലസ്തീനെ വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിർമ്മിക്കണം എന്നുള്ള തീരുമാനത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ രൂപീകരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ സമാനമാണ് ഫലസ്തീനോട് ബന്ധപ്പെട്ട് വരുന്ന അറബികളുടെ രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ 48 ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ന് ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു തീരുമാനം അറബ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അന്നേ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയിലുണ്ട്, പ്രധാനപ്പെട്ട വസ്തുത. 48 ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുന്നോടിയായി നടക്കുന്ന 47 അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ 13 രാഷ്ട്രങ്ങളാണ് ഈ പറയുന്ന ഭൂപ്രദേശത്തെ വിഭജിച്ചുകൊണ്ട് ഫലസ്തീനോ ഇസ്രായേലോ രൂപീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിൽ 10 രാഷ്ട്രങ്ങൾ, 6 അറബ് രാഷ്ട്രങ്ങളും 4 എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ടുള്ള രാജ്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോലും. അങ്ങനെ 10 രാജ്യങ്ങൾ ഫലസ്തീനെ വിഭജിച്ച് ഇസ്രായേലോ അതുപോലെ തന്നെ ഫലസ്തീനോട് ബന്ധപ്പെടുന്ന അറബ് രാഷ്ട്രമോ ഉണ്ടാക്കാൻ പാടുന്ന ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ വോട്ടെടുപ്പിൽ 33 രാഷ്ട്രങ്ങളുടെ വോട്ടെടുപ്പിൻ്റെ ഒരു ഒരു ഭൂരിപക്ഷത്തോടു കൂടി UN തീരുമാനത്തെ ഇസ്രായേലിനെ രൂപീകരിക്കുന്നതിലും പലസ്തീനെ വിഭജിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം വരുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയും അതുപോലെയുള്ള രാജ്യങ്ങളാണ്. കാരണം റഷ്യയുടെയൊക്കെ കാഴ്ചപ്പാട്, കമ്മ്യൂണിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാലിൻ്റെ USSR എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഏകദേശം 15ഓളം രാജ്യങ്ങളൊരു കോൺഫെഡറേഷനാണ്, സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ആ USSR എന്ന് പറയുന്ന ഒരു രാജ്യം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതിന് തുല്യമാണ്. അങ്ങനെയാണ് ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഇസ്രായേൽ രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 1945 അറബ് ലീഗ് രൂപീകരിക്കുന്നത്. അറബ് ലീഗിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അറബ് രാഷ്ട്രങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന യൂണിറ്റിയാണ്. പക്ഷേ ഈ 45 രൂപീകരിച്ച അറബ് ലീഗിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി, അതിൻ്റെ നിലനിൽപ്പ് എന്നേക്കുമായി തടയൂ എന്നുള്ളതായിരുന്നു അറബ് ലീഗിൻ്റെ ലക്ഷ്യം. അപ്പോൾ 48 UN തീരുമാനം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് UN തീരുമാനം, ലോകരാജ്യങ്ങളുടെ തീരുമാന പ്രകാരം, അതായത് വോട്ടെടുപ്പിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട, അതായത് നിയമപരമായി രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യത്തിനെതിരെ അറബ് ലീഗ് രാഷ്ട്രങ്ങൾ 48 യുദ്ധം ചെയ്യുകയാണ്. അതായത് വിഭജനത്തെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആ വിഭജനത്തെയാണ് ഇന്ന് മാറിയ കാലഘട്ടത്തിൽ ഈ പറയുന്ന അറബ് ലീഗും അതുപോലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ അത് ഇരട്ടത്താപ്പ് തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അന്ന് അവർ എതിർത്തൊരു കാര്യമാണ് ഇപ്പോൾ ഒരു അംഗീകരിക്കുന്നത്. അതായത് പലസ്തീനെ ഇപ്പോൾ രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ മുന്നോട്ട് വരുന്നവർ തന്നെയാണ് അന്ന് എതിർത്തിരുന്നതെന്ന് പറയുന്നത്. അല്ല, അത്
എതിർത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസമല്ല, ലോകരാജ്യങ്ങളുടെ സംഘടനയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് 48-ൽ യുദ്ധമുണ്ടാകുന്നു, 67-ലൊക്കെ യുദ്ധമുണ്ടാകുന്നു. പക്ഷേ ഈ ദയനീയ പരാജയമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെ രണ്ട് സമയത്തും ഇസ്രായേലാണ് ജയിച്ചിരുന്നത്. ഇസ്രായേലാണ് ജയിക്കുന്നത്. ഇസ്രായേൽ ജയിക്കുക മാത്രമല്ല, 48-നോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളെന്ന് പറഞ്ഞ് ഇറാഖുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ് ജോർദാനുണ്ട്, യമനുണ്ട്, അതുപോലെ ഈജിപ്റ്റ് ഉണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ യുദ്ധം വേണമെന്നുള്ള സംഘരാജ്യങ്ങൾ അല്ലെങ്കിൽ അംഗരാജ്യങ്ങളോട് പറയുന്നത്. അതിൽ കുറച്ചും കൂടി മിതത്വം പാലിച്ചെന്ന് പറയുന്ന ട്രാൻസ് ജോർദാനിലെ അബ്ദുള്ള മാത്രമാണ്. അതുപോലെ സൗദി അറേബ്യ കുറച്ച് പിൻവാങ്ങിയെന്ന് പറയാം. പക്ഷേ യുദ്ധത്തിൽ ഇവർ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. പരാജയം മുന്നിൽ കണ്ടിട്ടൊന്നുമില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ വിജയിക്കുന്ന പറയുന്നു, അള്ളാഹുവിൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് പറയുന്നത്. അറബ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, അതായത് ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിച്ച മംഗോളിയന്മാരെയും അതുപോലെ തന്നെ ക്രിസ്തുമത രാഷ്ട്രങ്ങൾ കുരിശുദ്ധത്തോട് ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്തതുപോലെ തന്നെ ജൂതരാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യും, ഭൂമിയിൽ നിന്ന് തന്നെ നിശേഷം തുടച്ചു മാറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പുതിയ അറബികളോടും ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ഒരു ഭൂപ്രദേശം, ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ മതത്തിനോട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടാകും എന്നുള്ളൊരു വാദഗതി മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന തദ്ദേശരായിട്ടുള്ള പലസ്തീനികളെല്ലാം മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറുകയാണ്, അഭയാർത്ഥികളായിട്ട് മാറുകയാണ്. യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ മുന്നിൽ ഈജിപ്തും അതുപോലെ സഖ്യകക്ഷികളും അതുപോലെ അറബ് ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ തോറ്റതുകൊണ്ട്, 67-ൽ തോറ്റതുകൊണ്ട് പാലായനത്തിൽ ഏർപ്പെട്ട അറബികൾക്ക് തിരിച്ച് ഇസ്രായേലിലേക്ക് കടന്നു വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പലസ്തീൻ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റിയ സാഹചര്യമായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് UN-ന്റെ തീരുമാനപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്തിനെതിരെ ഈ അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ ആ പ്രദേശത്ത് അവരോട് ബന്ധപ്പെട്ട് അവർ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തെ നിലനിർത്തേണ്ടുന്ന യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ ഒരു നമുക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് കാണാൻ പറ്റും. അവരെ സംബന്ധിച്ച് UN തിരഞ്ഞെടുത്ത ഒരു രാജ്യത്തിനെതിരെയാണ് ഈ രാജ്യങ്ങൾ യുദ്ധം ചെയ്ത്. ആ രാജ്യങ്ങളുടെ കീഴിൽ അണിനിരന്ന അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ഭൂപ്രദേശം വിട്ടുകൊടുക്കുന്ന തീരുമാനത്തിലാണ് ഇസ്രായേലിൻ്റെ ഈ ചെയ്തികൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വ്യാപിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.